കൊല്ലപ്പെട്ട സുധാ ബേബിയും മുൻ ഹൈക്കോടതി ജീവനക്കാരനായ ഷാജിയും സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ബന്ധത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഷാജി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. യുവതിയുമായുള്ള ബന്ധം തന്റെ വീട്ടിൽ അറിയുമെന്ന് ഭയന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഷാജി പോലീസിന് നൽകിയ മൊഴി. അതെ, നമ്മൾ പ്രതിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിമാൻഡ് ചെയ്യും. മോട്ടീവ് ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ഒഴിവാക്കി ചെയ്തു. തലയ്ക്കല്ല, ആള് ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിൻറ്റും മൂക്കിൻറ്റും തലയ്ക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നുമില്ല, ഫിസ്റ്റ് തന്നെയാണ്. അതെ, ഷർട്ടും ബാക്കി ബ്ലഡ് സ്റ്റെയിന് ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനും ബാക്കി വെഹിക്കിൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഐ വിറ്റ്നസ് ആരും ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് തന്നെയാണ്. ഇവിടെ അവരിവിടെ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. ഇവരിടയ്ക്ക് ഇങ്ങനെ മീറ്റപ്പ് ചെയ്യുന്നതാണ്. വൺസ് ഇൻ 2-3 months ഇവർ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നതാണ്. ആ ആർഗ്യുമെന്റ്സ് ഇല്ല, ഇവിടെ വന്ന് കാറിൽ കയറി ഇവിടെ കറങ്ങാൻ വന്നു എന്നാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വൈറ്റില ഫ്ലൈ ഓവറിന് താഴെ റെയിൽവേ പാളത്തിന് സമീപത്തായി യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതുവഴി പോയ അമൃത എക്സ്പ്രസ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് പാളത്തിന് സമീപത്തായി ഒരു സ്ത്രീ കിടക്കുന്നത് ആദ്യം കാണുന്നത്. ഉടൻ തന്നെ ഇദ്ദേഹം റെയിൽവേ അധികൃതരെ വിവരമറിയിച്ചു. തുടർന്ന് വിവരമറിഞ്ഞ് മരട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് യുവതി കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.